ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിനായി നടൻ ജയറാം അല്പസമയത്തിനകം ED ഓഫീസിലെത്തും എന്നാണ് മനസ്സിലാകുന്നത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത വരുത്താനാണ് EDയുടെ നടപടി. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ജയറാമിന് നിന്ന് നിരവധി കാര്യങ്ങൾ അറിയാനുണ്ട് EDക്ക്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പല വിഷയങ്ങളിലും ഇവർ ഈ പറഞ്ഞ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഹകരിച്ചിട്ടുള്ളവരാണ്. ഏതൊക്കെ തലത്തിലാണ് EDയുടെ ഈ വിഷയത്തിലെ അന്വേഷണം? ഞാനിപ്പോൾ ED ഓഫീസിന് മുന്നിലാണ് നിൽക്കുന്നത്. 10 മണിയോടുകൂടി ജയറാമിനോട് ഹാജരാകാനാണ് ED നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജയറാം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയും അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണത്തോട് സഹകരിക്കാമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള ചില ദൃശ്യങ്ങൾ, ഫോട്ടോകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ ജയറാമിന് ഏതെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നത്. പക്ഷേ ജയറാം അതിനെ പൂർണ്ണമായും നിരസിക്കുകയും ചെയ്തു. ജയറാമിന്റെ ചെന്നൈയിലുള്ള വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുകയും അവിടെ വെച്ച് ഈ ശബരിമലയിലെ ചില വസ്തുക്കൾ അവിടെ വെച്ച് ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് തന്റെ വീട്ടിൽ ഐശ്വര്യം വരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിനെ തുടർന്ന് മാത്രമാണ് അത്തരത്തിലൊരു പൂജ ചെയ്തതെന്നാണ് ജയറാം ഈ SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. അതിനൊരു സാക്ഷിയായിട്ടാണ് ഈ SIT ജയറാമിനെ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. ഇതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരുത്തുക എന്നുള്ളത് മാത്രമാണ് EDയും ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എങ്ങനെയാണ് ബന്ധം എന്നതിൽ ജയറാം നേരത്തെ തന്നെ ഉത്തരം നൽകിയത്. ശബരിമല താൻ അയ്യപ്പ ഭക്തനാണ്, ശബരിമലയിൽ എല്ലാ വർഷവും പോകുന്ന ആളാണ്, മകരവിളക്ക് സമയത്തും താൻ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം സ്ഥാപിക്കുന്നതും സുഹൃത്തുക്കളാകുന്നതുമൊക്കെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ബന്ധം എന്നതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ല എന്ന ഉറച്ചു തന്നെയാണ് ജയറാം ആവർത്തിച്ചു പറയുന്നത്. അതിൽ ED കുറച്ചുകൂടി വ്യക്തത വരുത്തണം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, എത്ര കാലമായി ഇവർ തമ്മിലുള്ള ബന്ധമുണ്ട്, ഒപ്പം ഈ പൂജ നടത്തുന്നതിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമുമായി നടത്തിയിട്ടുണ്ടോ എന്നതുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ED ഈ ചോദ്യം ചെയ്യലിനായി അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നതിനായി ഓഫീസിലേക്ക് ഹാജരാകാൻ ജയറാമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി തന്നെ ജയറാം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം രഞ്ജിത്ത്, ഇന്നലെ നമുക്കറിയാം ജയശ്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയാണ്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് പകർപ്പ്, അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടക്കമുള്ളവ കൊടുത്തുവിടുന്നതിന് വേണ്ടി മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയത് ജയശ്രീ എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ED ജയശ്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതിൽ ജയശ്രീയുടെ മൊഴി ഉന്നതർക്ക് കുരുക്കായി മാറുന്ന തരത്തിൽ തന്നെയാണ് ജയശ്രീ മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയശ്രീ പറഞ്ഞിരിക്കുന്നത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത്, പകരം ബോർഡ് തീരുമാനപ്രകാരമാണ്, ബോർഡ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് മാത്രമാണ് താനിങ്ങനെ മിനിറ്റ്സിൽ ഒരു തിരുത്തൽ നടത്തിയത്. സാമ്പത്തികമായി തനിക്ക് യാതൊരുവിധ നേട്ടവും ഉണ്ടായിട്ടില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അത്തരത്തിലുള്ള ഇടപാടുകളൊന്നും ഇല്ല എന്നാണ് ജയശ്രീ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ED തയ്യാറായില്ല. ഒരിക്കൽ കൂടി ജയശ്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ മിനിറ്റ്സിൽ ജയശ്രീ വരുത്തി എന്ന് പറയുന്ന മാറ്റം, അതിന്റെ കൈയക്ഷരവും ജയശ്രീയുടെ കൈയക്ഷരവും തമ്മിൽ ഒത്തു പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടി ED കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം ജയശ്രീയുടെ അക്കൗണ്ടുകൾ, സ്വത്ത് വിവരങ്ങൾ കൂടി ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് ED ഉദ്യോഗസ്ഥർ പറയുന്നത്. ജയശ്രീ പറഞ്ഞതിൽ എത്രമാത്രം വിശ്വാസ്യത ഉണ്ടെന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ED ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക. അങ്ങനെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനു മുൻപ് കൃത്യമായുള്ള തെളിവ് ശേഖരിക്കുക എന്നതാണ് EDയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.